ഹായ് ഗായ്സ്, ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. എഴുന്നേറ്റു കുറേ നേരമായി, പക്ഷെ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി ഫേസ് വാഷ് എടുക്കുന്നു, മോൻ കഴിയുന്നു, കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. മുടിയൊക്കെ ചീവി എല്ലാം കഴിഞ്ഞിട്ട് ഇനി വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ മേളത്തെ മുറിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു സംഭവമുണ്ട്, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കാണിക്കാതെ. നമ്മുടെ മെഷീൻ. ഇനി ഇതേ കയറി കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യണം, എന്നിട്ടേ ഉള്ളു ബാക്കി പരിപാടി. സ്വിച്ച് ഒന്ന് ഓണാക്കട്ടെ. പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ ശ്വാസം എടുത്ത് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. നമുക്ക് ഫാസ്റ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു 3 ഇത്രയും വരെയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വ്യത്യാസവുമുണ്ട്. മൈൻഡ് നല്ലതുപോലെ റിലാക്സ് ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ലെവലിലായിരുന്നു, എന്തും ചെയ്യുമെന്നുള്ളൊരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം എന്തായാലും ഓക്കെ ആയി. എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളിപ്പോൾ എന്താ കഴിക്കുന്നതെന്നറിയോ? ചോളം ചോളം ചോളം. കുഞ്ഞാവെ നോക്കി കിടക്കുക. ഉറക്കമായിരുന്നു, പെട്ടെന്ന് എഴുന്നേറ്റ് പക്ഷെ അപ്പം ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യുക? കുറച്ച് നേരം കളിച്ചിട്ടിരിക്കുക ഇല്ലേ ബാബുജി? തിരിക്കുന്നു. ഇത് ഞങ്ങളുടെ അങ്കിളിൻ്റെ മീൻ വളർത്തൽ കുളമാണ്. ചെറിയൊരു ഇതിൽ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. അതിനകത്ത് ഒത്തിരി മീനുകളുണ്ട്. ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓരോ മീൻ ചാടും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കാൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ കിടന്ന് അനങ്ങുന്നതൊക്കെ മീനൊക്കെയാണ്. നമ്മൾ വളർത്തു മീനായിട്ട് എടുക്കും, പിന്നെ അതുപോലെ തന്നെ കൊടുക്കാനും പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു ബിസിനസ് രീതിയിലാണ് പോകുന്നത്. നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഈ മീൻ വളർത്തൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണിത്. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് റെഡി ചെയ്തതാണ്. നേരത്തെ പ്ലാൻ ചെയ്ത് ഒന്നുമല്ല, ഒരു ഡാൻസ് ഷോർട്സ് പ്ലാൻ ചെയ്തിരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കാറിനാണ് പോകുന്നത്, ചേച്ചിയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ, അച്ഛന്, ദേവാജൻ, ചേച്ചി, ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്ന റൂട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. മൈൻഡ് പീസ് ആവാൻ ഈ ഒരു ട്രാവൽ തന്നെ ധാരാളമാണ്. ഞങ്ങൾ അവിടെ കോട്ടയിലെത്തി. അപ്പോൾ അവിടെ ആമകളും മീനുകളും ഒക്കെ ഇഷ്ടത്തിനുണ്ട്. ഞങ്ങളപ്പോൾ അത് കാണുകയാണ്. ദേവാജു അങ്ങനെ ഇങ്ങനെ നീന്തി കളിക്കുന്ന ആമകളെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അത് കാണുകയാണ്. ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൈഡിൽ കൂടെ വീഡിയോ എടുക്കുന്നതാണ്. ഇത് പാലക്കാട് കോട്ടയെന്ന് പറയും. അവിടെയാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉള്ളത്. ഇവിടെ നല്ല രസമാണ്. എന്തായാലും എല്ലാവരും ഇവിടെ വരേണ്ടതാണ്. ഇവിടെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണിത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഞാൻ ടോട്ടലി ഒന്ന് കാണിക്കാം. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട. അതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം. അത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതിന് അനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തജനങ്ങൾ തന്നെ അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പാലക്കാട് നമ്മൾ അനുസരിച്ച് വേണമെന്ന് അനുമതി കൊടുത്തു. പിന്നെ ഞങ്ങൾ വഴിപാടും കാര്യങ്ങളും എല്ലാം ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പം മൈക്ക് ഇത്രയും അടുത്ത് പിടിച്ചാണ് സംസാരിക്കുന്നത്. ദേവാജു വേണ്ട
പോപ്കോണൊക്കെ കഴിച്ച് ഇപ്പം നല്ല വണ്ടിയും കൊണ്ടാണ് നടക്കുന്നത്. കുഞ്ഞാവ ഇപ്പം നല്ല ഉറക്കമാണ്. ഇനിയിപ്പം ഞങ്ങൾ കപ്പയൊക്കെയാണ് എടുക്കുന്നത്. കപ്പയൊക്കെ ഉണ്ടാക്കി എടുത്ത് കഴിച്ചിട്ട് കിടക്കാണ്. പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു. ഇനി നാളത്തേക്ക് വഴിപാട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞ് എടുത്ത് എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഭഗവാനോട് പറഞ്ഞ ഒരു കാര്യം കേൾക്കാതിരിക്കത്തില്ല. അത്രയും ഭക്തിയോടുകൂടെ നല്ല സമർപ്പണത്തോടുകൂടെ നമ്മൾ പറഞ്ഞാൽ ഭഗവാൻ അത് ഉറപ്പായിട്ടും കേട്ടിരിക്കും.